ആ പഠിക്കുന്ന സ്ട്രാറ്റജീസ് എന്താണത് എന്താകണം, മാനുവലി കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആ സാധാരണ എന്താക്കുന്നത്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യുന്നത് അങ്ങനെയാണ്. ആ മാനുവലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യാ അപ്പൊ അതിന് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് സൊല്യൂഷൻസ് ആണ്. അതായത് ഒന്ന്, മാർക്കറ്റിൽ പ്രോപ്പർ എൻട്രി കാര്യങ്ങളൊക്കെ എല്ലാം ഡിക്റ്റേറ്റ് ചെയ്തത് 95% അൽഗമാണ്. അപ്പൊ നമ്മൾ ടൂള് ഇവിടെ ഞാൻ ഹൈഡ് ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ നമ്മൾ ടൂള് നമ്മളെ ട്രേഡിംഗ് വ്യൂല്, ഇപ്പൊ വൈഷ്ണവിന്റെ ട്രേഡിംഗ് വ്യൂലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുന്നത്. ആ ഓക്കെ. കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു എൻട്രി എവിടെ എടുക്കണം, ഒരു സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, കാര്യങ്ങളൊക്കെ ഇവിടെ വരും, ലോഡായിട്ട് വരും. അപ്പം ഈ ടൂൾ, രണ്ട് ടൂൾ ഉണ്ട്, രണ്ട് ടൂളും വെച്ചോണ്ട് തന്നെ ചെയ്യണം. രണ്ട് ടൂൾ ഉണ്ട്, ഒരു ടൂൾ മാത്രമല്ല. ആദ്യത്തെ ആ ഒരു ടൂള് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ടൂള്. ഇതിപ്പോ ആ നമ്മള് ഇത് എവിടെയാണ്, ഇതിപ്പോ ഇന്ന് ഇപ്പൊ ഗോൾഡിൽ ഏകദേശം ഒരു ഇന്ന് മാർക്കറ്റില് മാർക്കറ്റ് ഓപ്പൺ ആണ്. ഇത് ട്രേഡ് താനെ എടുക്കുവോ അതോ നമ്മൾ ഇല്ല, എടുക്കണോ? ട്രേഡ് മാനുവലി എടുക്കണം. ഇപ്പൊ അതിന് പറയാൻ കാരണം കംപ്ലീറ്റ് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ നിലവില് മാർക്കറ്റില് എ ബുക്ക് ബ്രോക്കേഴ്സ് ഒന്നും കംപ്ലീറ്റ് ഓട്ടോമേഷൻ ബോട്ടിനെ എന്നാക്കുന്നില്ല, ആ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആ ചെയ്യാം, റിസ്ക് ഉണ്ട്, എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓട്ടോമേഷൻ കംപ്ലീറ്റ് ഒരു ബോട്ട് ട്രേഡ് ചെയ്യാൻ ഇപ്പൊ ഒരു പോസിബിൾ അല്ല. ഇതിപ്പോ ഗോൾഡില് ഇന്നിപ്പോ 5 മിനിറ്റിന്റെലാണ്. ഇതിപ്പോ ഇന്ന് വന്ന ഒരു എൻട്രി ഞാൻ കാണിച്ചു തരാം. ഒരു എൻട്രി, അതായത് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് വെക്കണം, എവിടെ ഒരു ടാർഗറ്റ് വെക്കണം എന്നൊക്കെ ഒന്നാക്കി തരും. ടൂള് തന്നെ കാണിച്ചു തരും. ആ ഇവിടെ കണ്ട, ഇതിപ്പോ ഇന്ന് കഴിഞ്ഞപ്പോ ലാസ്റ്റ് കഴിഞ്ഞൊരു ട്രേഡ് ആണ്. ഉം, ഏകദേശം 8 മണിക്ക് വന്ന 8:05 വന്ന ട്രേഡ് ആണ്. ഇവിടെ ആ വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ എൻട്രി എടുക്കണം, എവിടെ എസ് എൽ വെക്കണം, എവിടെ ടാർഗറ്റ് ഉണ്ട്, 4 ടാർഗറ്റ് ഉണ്ട്, എവിടെ ഒരു ടാർഗറ്റ് എടുക്കണം, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 മണിക്ക് വന്ന ട്രേഡാ ഇത്. അതിന് തൊട്ട് മുന്നേ വന്ന ട്രേഡാ. അപ്പൊ ട്രേഡ് ഇതാ ആ ഇതേപോലെ നമുക്ക് വരും. എവിടെ വെക്കണം, എന്ത് വെക്കണം എന്നൊക്കെ ഫുള്ള്. അതായത് മാനുവലി, ഇപ്പൊ വൈഷ്ണവ് ഇപ്പൊ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഇപ്പൊ ഇത് 1 മിനിറ്റിലാണ്. ഇപ്പൊ ഇവിടെ കണ്ട ഒരു എൻട്രി വന്നിട്ട് 1 മിനിറ്റിൽ ആ എൻട്രി ചെയ്താ ഇത് നമ്മൾ ഈ ഡാറ്റാ ബോക്സ് മാത്രം പഠിച്ചാൽ മതി. ആ ഇതിന്റെയാണ് കൺഫർമേഷൻ എടുക്കേണ്ടത്. ഒരു എൻട്രി ഉം, വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൺഫർമേഷൻ നോക്കാം, അത് നേരെ എന്നാക്കാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ഈ ഇത്രയും ബ്രോക്കേഴ്സ്, ഈ ബ്രോക്കേഴ്സ് ഒക്കെ ഇതിൽ നിന്ന് വെച്ച് തന്നെ ട്രേഡ് ചെയ്യാം, ഡയറക്റ്റ് ഓക്കെ. ചെയ്യാം. ഈ ബ്രോക്കേഴ്സ് എല്ലാം കണക്ട് ചെയ്യാം. ഉം, ഇതിപ്പോ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, എല്ലാ മാർക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ എന്നാക്കാം, കണക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ആ എന്നാക്കും, ഇത് പഠിപ്പിക്കും. വെറുതെ ഉം, സ്കോളർഷിപ്പ് തന്നെ വെറുതെ വൈഷ്ണവ് കാര്യങ്ങൾ ഇതെടുത്ത് പഠിക്കാന്നുണ്ട്. ഇത് നമ്മൾ പഠിപ്പിക്കും, ട്രെയിനിങ് തരും. ആ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഹാഫ് 1 അവർ കൊണ്ട് ഇത് പഠിക്കാം. അത്രയും വേണ്ടു. ആ 1 അവർ കൊണ്ട് 5 മിനിറ്റിലാണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആണ്. ഈ ടൂള് മാത്രം ഇത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ ഒരു വിന്നിംഗ് റേഷ്യോ എന്ന് പറയുന്ന ടൂളുണ്ട്. 60, 65 ഇന്നത്തെ ഒരു വിന്നിംഗ് റേഷ്യോ. ഇന്നലൊക്കെ 70, 75 ഉണ്ടായിരുന്നു. ഓരോ ദിവസം മാർക്കറ്റ്, അതായത് ഇത് ബോട്ടല്ല, ബോട്ട് 95% ഇല്ല. ആ അതായത് എവിടെ ഇപ്പം വൈഷ്ണവ് ഞാൻ കാണിച്ചത്, ഇതിന്റെ ഒരു ഇത് കാണിച്ചത്. ഇപ്പൊ ഇതൊന്ന് ഡാർക്ക് മാറ്റി കഴിഞ്ഞാല് അവിടെ മാനുവലി ഇപ്പൊ കുറെ കാര്യങ്ങൾ വരച്ചൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ അതിന്റെ ഹെഡ് ഇതൊക്കെ മാനുവലി നമ്മള് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാര്യങ്ങൾ എന്താക്കും, ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യും. എവിടെ ഉം, എൻട്രി എടുക്കണം, കാര്യം. അപ്പൊ ഇങ്ങനെ ഇതാണ് ഒരു ടൂള് വരുന്നത്. ഉം. അടുത്ത ഒരു ടൂള് വരുന്നത്, അപ്പൊ ഇതിലെന്തൊക്കെ വൈഷ്ണവിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇത് ഓക്കെയാ. ഓക്കെ, അടുത്തൊരു ടൂള് വരുന്നത്, ഇത് രണ്ടും എല്ലാം നമ്മുടെ ട്രേഡിംഗിൽ തന്നെയാണ്. നമ്മുടെ ബ്രോക്കേഴ്സ് സോഫ്റ്റ്വെയർ ഒന്നല്ല, ട്രേഡിംഗിൽ തന്നെയാണ്. അടുത്തൊരു ടൂളാണ് മാർക്കറ്റിൽ വരുന്ന വലിയ വലിയ മാർക്കറ്റിൽ, അതായത് എന്താ പറയാ, ഈ മാനിപ്പുലേഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ, ഉം, മാനിപ്പുലേഷൻസ്, അതേപോലെ വെയിൻസ്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ്, ബാങ്കുകൾ, ഇവരൊക്കെ മാനിപ്പുലേഷൻ ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഹണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഈ ആ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പൊ ഇതിൽ കണ്ട, ഇപ്പൊ ഇവിടെ ഒരു ടീം ക്രാഷ് ആക്കിയതാണ് മാർക്കറ്റ്. ക്രാഷ് ആ ക്രാഷ് 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 എന്നിട്ട് വന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ടീം ഉം, പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പമ്പിങ് ഡംപിങ്, ഇത് മാനിപ്പുലേഷൻ ടീമുകളെ, കോർപ്പറേറ്റുകൾ, ഇത് കണ്ടോ. ഇവിടെ ഇപ്പൊ ഒരു ടീം ഒന്നാക്കി പമ്പ് ചെയ്യിച്ചു, റോക്കറ്റ് റോക്കറ്റ് ഉം, റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാ. അതേ ടീം ആ ഇവിടെ നിന്നാക്കിയത് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. മാനിപ്പുലേഷൻ ആ നടന്നു. ഒരു ടീം നടത്തിയതാ, ആ ഒരു ടീം ഇവിടുന്ന് നടത്തിയതാ. ആ അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യുക, അതായത് മാനിപ്പുലേഷൻ കാര്യങ്ങൾ, കോർപ്പറേറ്റുകൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഹണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. ഉം, എവിടേക്ക് എന്ത് വരും. അപ്പൊ ഈ രണ്ട് സോഫ്റ്റ്വെയർ ഒത്തിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത്, രണ്ടും വെച്ച് ഒരാൾ ട്രേഡ് ചെയ്യാറ്. പിന്നെ മാർക്കറ്റിൽ വേറെ ഒന്നും നോക്കാനില്ല. ആ മാനുവലി നിങ്ങൾ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 40,000 50,000 കൊടുത്ത് പഠിക്കുന്ന സാധനം മൊത്തം ഇതിൽ പാക്കഡാണ്.
ഇതിന്റെ ആ ബാക്ക് എൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. ആ അത് നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റൂല. ഇത്രയും സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല ഒരിക്കലും ഒരു ഹ്യൂമണിന്. അത്രയും ഡാറ്റാസ് ഉണ്ട്. ഏത് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, 3 മാർക്കറ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ 2 നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ, അതായത് ഓരോ ബാച്ചിലും, അതായത് ജൂൺ 30 വരെ സ്കോളർഷിപ്പിന് ഇതുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ പഠിപ്പിക്കും. 2 സാധനം ട്രെയിനിങ് നമ്മൾ തരും. അതിനുശേഷം സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം നിങ്ങളിപ്പോ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 30 വരെ നിങ്ങളെ പെർഫോമൻസ്, നിങ്ങൾക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളുണ്ടോ, ആ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുക എത്ര സ്കോളർഷിപ്പ് നേടാന്നുള്ളത്. അതിനനുസരിച്ച് എമൗണ്ട് നിങ്ങൾക്ക് എന്താക്കാം, റീഫണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് പാസ്സാവും. നിങ്ങൾക്ക് ആൻസേഴ്സ് നമ്മൾ തരും, പഠിപ്പിക്കും, എല്ലാം നമ്മൾ തരും. എന്താണ് എന്നുള്ളത് നിങ്ങളെ പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. സ്കോളർഷിപ്പ് 1 മന്ത് പെർഫോമൻസ്. ഇതിന്റെ ഫീസ് എങ്ങനെയാ? ഇതിന്റെ ഫീസ് വരുന്നത് ഈ 2 ടൂൾ നമ്മൾ ഇപ്പം സ്കോളർഷിപ്പിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിപ്പോ സ്റ്റുഡൻസിനെയാണ് ഫോക്കസ്. സ്കോളർഷിപ്പിന് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് രണ്ടും അതിൽ 35,000 ആണ് ഇതിന്റെ ഇത് വരുന്നത്, ചാർജസ് വരുന്നത്. 35,000 ഈ 2 ടൂൾ നമ്മൾ ഇതിന്റെ ആക്ച്വലി ഞാൻ പ്രൈസിങ് പറഞ്ഞുതരാം. സാധാരണ സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാത്ത നമ്മൾ കൊടുക്കുന്നത് ഈ ടൂള് മാത്രം 50,000 നമ്മൾ കൊടുക്കുന്നത്, ലൈഫ് ടൈമിലേക്കാണ് ഈ ടൂള് കൊടുക്കുന്നത്. ഹണ്ടിങ് മറ്റേ ടൂള് കൊടുക്കുന്നത് 35,000 ആണ് നോർമലി കൊടുക്കുന്നത്. അപ്പം ഇതില് നമ്മൾ ഓരോ ബാച്ചിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 10 സ്റ്റുഡൻസിനാണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇത് പരിചയപ്പെടുത്താന്നുള്ളതാണ് സിസ്റ്റം. സ്കോളർഷിപ്പോട് കൂടി കുറെ ആൾക്ക് നമ്മൾ ഇത് സിസ്റ്റം ജോബ് പർച്ചേസ് ചെയ്യണം, പ്രൈസ് ഹൈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുക. 25 ലക്ഷമാണ് സ്കോളർഷിപ്പ് ഉള്ളത്. 1-2 പേർക്കല്ല. മിനിമം ഇപ്പൊ കഴിഞ്ഞ മാസം 10 ലക്ഷത്തിന് സ്കോളർഷിപ്പാണ് കൊടുത്തത്. അതിന്റെ മുന്നത്തെ മാസം 5 ലക്ഷം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഏറ്റവും ഹൈ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണത് സ്കോളർഷിപ്പ് എടുക്കുക എന്നുള്ളത് സിമ്പിൾ മെത്തേഡ് ആണ്. അതായത് നമ്മൾ തരാത്ത ഒരു ആൻസേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ വരില്ല. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എഴുതി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ 2 ടൂളും വെച്ച് നിങ്ങൾ പെർഫോമൻസ് തന്നെയാണ്. അതിന്റെ പ്രോപ്പർ ഒരു ഡാറ്റ തരും. എങ്ങനെയാണ് ഓരോ മാസം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു മാസത്തെ പ്രോപ്പർ ഡാറ്റ തരും, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ ഒരു മാസം പെർഫോമൻസ് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടാന്ന് കൂട്ടാം. എക്സാമ്പിൾ, ഈ സാധാരണ ഈ ടൂള് 1 ഇയറിലേക്കാണ് നമ്മൾ ഈ എമൗണ്ടിന് കൊടുക്കുന്നത്. 50 ആയിക്കോട്ടെ 30. സ്കോളർഷിപ്പ് ജോയിൻ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ടൂള് നിങ്ങൾക്ക് രണ്ടും ലൈഫ് ടൈമിലേക്ക് കിട്ടും. അത് ഇതിൽ മാത്രം, ഈ ഒരു സെക്ടറിൽ മാത്രമാണ്. ചിലപ്പോൾ സ്കോളർഷിപ്പ് നമ്മളാണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ ആദ്യം സ്കോളർഷിപ്പ് പ്രൊവൈഡ് നമ്മളാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ആക്രോസി കാര്യങ്ങളൊക്കെ നല്ല ആക്രോസി ആണ് ടൂളിന്. ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇത്. ട്രേഡിംഗ് വ്യൂലാണ് സിസ്റ്റം. അതായത് നമ്മൾ ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഈ സിസ്റ്റം കൊടുക്കുന്നത്, സ്കോളർഷിപ്പിന്റെ സിസ്റ്റം കൊടുക്കുന്നത്. ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ആലോചിക്കുക, കാര്യങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് എന്താണെന്നുള്ളത് നാളെ ഒന്ന് അറിയിച്ചാൽ മതി. ഇൻട്രസ്റ്റഡ് ആണ് കാര്യങ്ങൾ നാളെ. ഇപ്പൊ പെട്ടെന്ന് ഇതില്ലെങ്കിൽ അഡ്വാൻസ് അടച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞൊരു കാര്യങ്ങൾ, അത് പെട്ടെന്ന് ഫീസും കാര്യങ്ങളും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൽ അഡ്വാൻസ് അടക്കുക, അത് ബ്ലോക്ക് ചെയ്യാം. സ്കോളർഷിപ്പ് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒന്ന് ചോദിക്കാം. കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. യൂട്യൂബിൽ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും അയച്ചുതരാം. ആവശ്യം ഒന്ന് നോക്കി അത് കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ഇതൊന്നും അപ്ഡേഷൻ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ.